ശ്രീ ഗോപിനാഥ, ന്യായമായ സമര മുദ്രാവാക്യങ്ങൾക്ക് പ്രതിപക്ഷം പിന്തുണ നൽകുമെന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കേരളത്തിലെ സർക്കാരിനെതിരെ ആശാ വർക്കർമാർ ഉയർത്തുന്ന എല്ലാ മുദ്രാവാക്യങ്ങളും ന്യായമെന്ന് പ്രതിപക്ഷത്തിന് തോന്നുന്നുണ്ട്. അതേസമയം മറുഭാഗത്ത് നിൽക്കുന്ന CITUവിന്റെ നേതൃത്വത്തിലുള്ള സമരത്തെ, ഈ സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള സമരത്തെ വഴിതിരിച്ചു വിടാനുള്ള സമരം, ബദൽ സമരം മാത്രമായിട്ടാണ് അവർ കാണുന്നത്. പക്ഷേ അതിനു മുൻപ്, ഈ സെക്രട്ടേറിയറ്റിന് സമീപത്തെ സമരം തുടങ്ങുന്നതിന് മുൻപ് ഈ CITUവിന്റെ നേതൃത്വത്തിലുള്ള ആശാ വർക്കർമാർ ഈ കേരളത്തിലുടനീളം നടത്തിയിട്ടുള്ള സമരത്തെ അവർ കണ്ടിട്ടില്ല. ഈ സമരം തുടങ്ങുന്നതിന് മുൻപ് ഫെബ്രുവരി 7-ാം തീയതി നടന്ന ഇവിടെ ഒരു ചർച്ച നടന്നിരുന്നു. ആ ചർച്ചയ്ക്ക് ആധാരമായ സമരം എന്താണ് എന്നത് പോലും പ്രതിപക്ഷം അറിഞ്ഞിട്ടില്ല. അപ്പോൾ അത് അവർ അറിയാത്തത് എന്തുകൊണ്ടാണ്? അതോ അറിഞ്ഞിട്ടും അറിഞ്ഞില്ല എന്ന് നടിക്കുന്നതാണോ? പ്രതിപക്ഷം അറിഞ്ഞിട്ടും അറിഞ്ഞില്ല എന്ന് നടിക്കുന്നത് മാത്രമല്ല, അവരുടെ രാഷ്ട്രീയ നിലപാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് സംസ്ഥാനത്ത് ഭരിക്കുന്നിടത്തോളം, അത് ഈ കാര്യത്തിൽ മാത്രമല്ല, കേരളത്തിൻ്റെ വികസന പ്രശ്നങ്ങളിൽ, സാമൂഹ്യക്ഷേമ നടപടികളിൽ, കേരളത്തിന് എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകുന്ന മികവ് ചർച്ച ചെയ്യുന്ന കാര്യത്തിലൊക്കെ അവർ നെഗറ്റീവായിട്ട് പ്രതികരിക്കാറുള്ളൂ. അത് സ്വാഭാവികമായിട്ടും ആശാ വർക്കർമാരുടെ കഞ്ഞിയിൽ പാറ്റയിടാനാണ് യഥാർത്ഥത്തിൽ ഈ കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ BJPയുടെയും സുരേഷ് ഗോപിയുടെയൊക്കെ വരവ് പ്രധാനമായിട്ടുള്ളത്. ആശാ വർക്കർമാരുടെ ഓണറിയം വർദ്ധിപ്പിക്കാനാണെങ്കിൽ നേരത്തെ പറഞ്ഞു കേട്ടു, ഞങ്ങൾ പാർലമെൻറ്റിൽ പറയുന്നു. ഇതേവരെ പാർലമെൻറ്റിൽ 18 MPമാർ വാ തുറന്നിട്ടില്ലല്ലോ കേരളത്തിന് വേണ്ടി. വയനാടിൻ്റെ കാര്യത്തിൽ പോലും ഒരു കാര്യം പറയാതെ, വയനാട്ടിൽ കേരള ഗവൺമെൻറ്റിന് അനാസ്ഥയാണെന്ന് പറഞ്ഞ് സമരം സൃഷ്ടിക്കുന്നവരല്ലേ അവർ ആശാ വർക്കർമാർക്ക് വേണ്ടി ധാർമ്മികമായി എന്ത് പറയാൻ കഴിയും? ഉമ്മൻചാണ്ടി കേരളത്തിൽ ഭരിക്കുന്ന സന്ദർഭത്തിൽ, അന്ന് ശിവകുമാർ ആരോഗ്യമന്ത്രി ആയിരിക്കുന്ന സന്ദർഭത്തിൽ CITUവിൻ്റെ നേതൃത്വത്തിൽ ആശാ വർക്കേഴ്സ് ഫെഡറേഷൻ വളരെ ശക്തമായിട്ടുള്ള നീണ്ടു നിൽക്കുന്ന സമരം നടത്തിയല്ലോ. 5000 രൂപ ഓണറിയം വർദ്ധിപ്പിക്കുന്ന ഓഫർ ചെയ്തിട്ട് എവിടെയായിരുന്നു? അതുപോലെ സുരേഷ് ഗോപി കേന്ദ്രത്തിൽ ഭരിക്കുന്ന പാർട്ടിയുടെ ഗവൺമെൻറ്റിൽ പ്രതിനിധിയാണ്. ആശ്വാസ് കിരൺ എന്ന് പറയുന്ന ഒരു ഇൻഷുറൻസ് പദ്ധതി ഇന്ത്യയിൽ ഒരു സ്ഥലത്തും നടപ്പായില്ല. BJP പ്രഖ്യാപിച്ചാണ്. കേരളത്തിലെ ഗവൺമെൻറ് നടപ്പാക്കി. കുറേ പേര് അതിനകത്ത് പദ്ധതിയിൽ അംഗങ്ങളായി. അത് വളരെ പെട്ടെന്ന് വിഡ്രോ ചെയ്ത് കളഞ്ഞല്ലോ കേന്ദ്ര ഗവൺമെൻറ്, BJP ഗവൺമെൻറ്. അതുകൊണ്ട് BJPക്കും കോൺഗ്രസിനും യഥാർത്ഥത്തിൽ ആശാ വർക്കർമാരുടെ രക്ഷകരായി വരാൻ ധാർമ്മികമായി അവകാശമില്ല. അവർ ബോധപൂർവമായി ഈ പ്രശ്നത്തെ പർവ്വതീകരിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിന്, അത് നല്ല കായ്ഫലമുള്ള വൃക്ഷത്തിലാണല്ലോ കല്ലെറിഞ്ഞിട്ട് കാര്യമുള്ളൂ. അതുകൊണ്ട് കർണാടകത്തിലേക്കോ ആസാമിലേക്കോ ഗുജറാത്തിലേക്കോ പോയിട്ട് കാര്യമില്ല. ഗുജറാത്തിൽ 2000 രൂപ ഓണറിയം കൊടുക്കുന്നുള്ളൂ. എന്താണ് ഇവർക്ക് പ്രകോപനമില്ലാഞ്ഞിട്ട്? ഫെബ്രുവരി 1 പാർലമെൻറ്റിൽ നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബഡ്ജറ്റിനകത്ത് ആശാ വർക്കർമാർ, സ്കീം വർക്കർമാർ, അംഗൻവാടി, മിഡ് ഡേ മീൽ വാ തുറന്ന് പറഞ്ഞിട്ടുണ്ടോ എന്തെങ്കിലും? ഇതേവരെ ഇല്ലല്ലോ. എന്താ ഞാൻ ചോദിക്കുന്നത്, 2005 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഈ ആശാ പദ്ധതി എന്ന് പറയുന്ന ഈ പദ്ധതിയിൽ ഓണറിയൊക്കെ സ്റ്റേറ്റ് ഗവൺമെൻറ് ചുമതലയാണ്. പെൻഷൻ കൊടുക്കുന്നത്, ശമ്പളം കൊടുക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ് ചുമതലയാണെന്നുണ്ടോ? 70ഓളം പ്രത്യേകമായിട്ടുള്ള വർക്കുകൾ യഥാർത്ഥത്തിൽ ആശാ വർക്കർമാർക്ക് ഇൻസിസ്റ്റ് ചെയ്യുന്നത് നാഷണൽ ഹെൽത്ത് മിഷനാണ്. റൂറൽ എന്നുള്ളത് നഗരപ്രദേശങ്ങളെ കൂടി ചേർത്ത് നാഷണൽ ഹെൽത്ത് മിഷനാക്കി അതിനുശേഷം വന്നിട്ടുള്ള 70-60ഓളം വരുന്ന വർക്കുകൾ പ്രത്യേകമായിട്ട് മോളിൽ നിന്ന് കേന്ദ്രം കൊണ്ടുവരികയാണ്. ഇവിടെ ചിലരെല്ലാം ചാനൽ ചർച്ചയിൽ കോൺഗ്രസ് നേതാക്കന്മാർ ജോലി ചെയ്യിപ്പിക്കുന്നതോടുകൂടി കേരള സർക്കാരാണെന്നല്ല. അല്ലല്ല, കേരള സർക്കാർ അവർ ജോലി ചെയ്യിപ്പിക്കുന്നതിന് അവർക്ക് പരമാവധി ചേർത്ത് പിടിച്ച് ആനുകൂല്യം നൽകാനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ശ്രമിച്ചത്. 7000 രൂപ ഓണറിയം എന്ന് പറയുമ്പോൾ പലർക്കും ദഹിക്കുന്നില്ല. ഇന്ത്യയിൽ കർണാടകത്തിലില്ലാത്ത, ഒരുപക്ഷെ സമാനമായ എന്തെങ്കിലും എന്നുള്ളതിൽ ഒരു 500 രൂപയുടെയൊക്കെ വ്യത്യാസത്തിലുള്ളത് മഹാരാഷ്ട്രയിൽ മാത്രമാണ്. അതെല്ലാം CITU നടത്തിയിട്ടുള്ള ശക്തമായിട്ടുള്ള സമരത്തിൻ്റെ, CITU എന്ന് പറയുന്നത് CITU നേരിട്ടല്ല, ആശാ വർക്കേഴ്സ് ഫെഡറേഷൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓർഗനൈസേഷനാണ് ആശാ വർക്കർമാരുടെ, അത് CITU ആണ്, നടത്തിയിട്ടുള്ള സമരത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവരിപ്പോൾ കേരളത്തിനകത്ത് 21,000 രൂപ ഞങ്ങൾക്ക് കിട്ടണമെന്ന് പറയുന്നുണ്ടല്ലോ. ഈ 21,000 രൂപ എവിടെ നിന്നുണ്ടായി? ചന്ദ്രനിൽ നിന്ന് കൊണ്ടുവന്നതാണോ, അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുത്തതാണോ 21,000? 21,000 എന്നുള്ള ഒരു വാചക ഘടന, ഒരു വാക്ക് തന്നെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ശമ്പള പരിധി തന്നെ നിശ്ചയിച്ചൊരു മുദ്രാവാക്യം ആവിഷ്കരിക്കാൻ കാരണം, കേരളത്തിലെ തൊഴിൽ നിയമത്തിൽ കരാർ തൊഴിലാളികൾക്ക് മിനിമം വേജസ് 21,000 കൊടുക്കുമെന്ന് ഈ കേരള ഗവൺമെൻറ് പ്രഖ്യാപിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ ആശാ വർക്കർമാരടക്കമുള്ള സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികൾക്ക്, നിത്യവരുമാനക്കാർക്ക് കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തിട്ടുള്ള ഫ്ലോർ ലെവൽ വേജസ് എന്ന് പറയുന്നത് വെറും 222 രൂപയാണ്. ഇവർ 7000ൻ്റെ കണക്ക് പറഞ്ഞിട്ട് 232 പറയുമ്പോൾ അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ, BJPയുടെ ഫ്ലോർ ലെവൽ വേജസ് എന്നുള്ള ആ ലിമിറ്റ് എന്ന് പറയുന്ന 222-നേക്കാൾ കുറച്ചുകൂടി കൂടുതലാണ് കേരളത്തിൽ 7000 തന്നെ. 7000 മാത്രമല്ലല്ലോ, അവർക്ക് അതർ ഇൻസെൻറ്റീവ്, വേരിയബിൾ ഇൻസെൻറ്റീവും ഫിക്സഡ് ഇൻസെൻറ്റീവും ഒക്കെ ചേർത്തിട്ടാണ് ഈ 10,000 രൂപയോളം അവർക്ക് കിട്ടുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങളാരും ആശാ വർക്കർമാരുടെ സാച്ചുറേഷനായി
അവർ ചെയ്യുന്ന ജോലിക്ക് ഒരു കാരണവശാലും ജീവിത ചെലവ് വർദ്ധിക്കുന്നതനുസരിച്ച് ഈ 7,000-ഓ ഈ 13,000-ഓ മതി, അതുകൊണ്ട് അവർ പരമാവധി സായുജ്യം അടഞ്ഞോളണം എന്നുള്ള നിലപാടുകാരല്ല. ഞങ്ങളും സ്റ്റേറ്റ് ഗവൺമെൻറ് മുമ്പാകെ ചെയ്യാവുന്നത് മുഴുവനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ ചെയ്യിപ്പിക്കാൻ വേണ്ടി CITU അനുവാദം കൊടുത്തുകൊണ്ട് തന്നെ ഞങ്ങളടക്കം പങ്കെടുത്തുകൊണ്ട് തന്നെ ആശമാർ ഇവിടെ ശക്തമായിട്ടുള്ള സമരം കഴിഞ്ഞ ജനുവരി 20-ാം തീയതി ഈ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടത്തിയിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിനോട് പറയാൻ വേണ്ടി DHSൻ്റെ ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസിൻ്റെ മുമ്പിൽ പോയിട്ടുണ്ട്. അന്നൊന്നും മാധ്യമങ്ങൾ ആശമാരുടെ രക്ഷകരായിട്ട് വന്നില്ലല്ലോ. ഈ കഴിഞ്ഞ ദിവസം AG's ഓഫീസിൻ്റെ അടുത്ത് ഞങ്ങൾ പോയി. അപ്പം ഞങ്ങളവിടെ പ്രസംഗിക്കുന്ന നേതാക്കന്മാരിൽ നിന്ന് വരികൾക്കിടയിലൂടെ വല്ലതും കിട്ടുവാണെങ്കിൽ അതിന് പ്രചരണം കൊടുക്കാൻ വേണ്ടിയാണ് 10-21 ചാനലുകൾ അവിടെ വന്ന് നിന്നത്, അല്ലാതെ ആശമാരുടെ താല്പര്യമൊന്നും ഉണ്ടായിട്ടല്ല. അതുകൊണ്ട് ഇത് ഗൗരവമായ പ്രശ്നമാണ്.